അങ്ങനെ നമ്മുടെ ഗോവർദ്ധനനും ബാലചന്ദ്രനും വീട്ടിലേക്ക് മടങ്ങാണ്. വീട്ടിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ഗോവർദ്ധനൻ അലീനെ ഇതുവരെ കാണുന്ന പോലെയല്ല, വല്ലാത്തൊരു സ്നേഹമൊക്കെ തോന്നുന്നുണ്ട് അവളോട്. അവളെ കണ്ട ഒരു പാവം പോലെയൊക്കെ തോന്നുന്നുണ്ട്. എന്തായാലും അലീനെ കണ്ട് ചിരിക്കണമൊക്കെ ഉണ്ട്. പിന്നെ പറയുന്നത് ബാലചന്ദ്രൻ പറയുന്നത്, മോളെ വല്ലാത്ത ടയേർഡായിട്ടുണ്ട്, ഒരു ഗ്ലാസ് ചായയും കൊണ്ട് മേലേക്ക് വായോ എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ മേലേക്ക് പോകുന്നുണ്ട്. ഗോവർദ്ധന യാത്ര പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ അലീന ചായയും കൊണ്ട് വരുന്ന സമയത്ത് നമ്മുടെ രോഹിത്തും കൃഷ്ണമോളും ഭാവി പറയുന്നുണ്ട്, അച്ഛൻ്റെ മുഖം കണ്ട ഏകദേശം ചേച്ചിക്ക് താമസിക്കാനുള്ള സ്ഥലം കണ്ടെത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ അലീന പറയുന്നത്, ഞാൻ മേലെ പോയി നോക്കിയിട്ട് വരട്ടെ മോളെ, എന്താ അച്ഛൻ പറയണത്, ഞാൻ മേലെ പോയി നോക്കിയിട്ട് വരട്ടെ പറഞ്ഞിട്ട് ചായം കൊണ്ട് പോകുന്നുണ്ട്. ആ സമയത്ത് അവിടെ എത്തുമ്പോൾ നമ്മുടെ ബാലചന്ദ്രൻ അവിടുത്തെ അവളെ പോയി താമസിക്കാൻ പോകുന്ന സ്ഥലത്തെ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷേ അച്ഛനാണെന്ന് മാത്രം പറയുന്നില്ല, ബാക്കിയുള്ളതൊക്കെ വിവരിച്ച് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അലീന പറയുന്നത്, എനിക്ക് കേട്ടിട്ട് നല്ല സ്ഥലമാണെന്നൊന്നും തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രനോട്. ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അവിടെ നിനക്ക് ഷെൽട്ടർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിനേക്കാട്ടിലും വേറെ ഒരു സേഫുള്ള സ്ഥലം നിനക്ക് ഈ ലോകത്ത് തന്നെ ഉണ്ടാവില്ല, അതുകൊണ്ട് കിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ ബാലചന്ദ്രൻ പറഞ്ഞിട്ട് അലീനെ പറഞ്ഞയക്കേണ്ട. അലീന താഴത്തേക്ക് ആ ചായ ഗ്ലാസ് വരുന്ന സമയത്ത് നമ്മുടെ കൃഷ്ണമോള് പറയുന്നത്, എന്തായി ചേച്ചി, അച്ഛൻ ചേച്ചിക്കുള്ള താമസ സ്ഥലം ശരിയാക്കിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അലീന പറയുന്നത്, ആ ഏകദേശമൊക്കെ ശരിയായി എന്നാ പറഞ്ഞ മോളെ അച്ഛൻ എന്ന് പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ കൃഷ്ണമോള് വല്ലാതെ വിഷമിച്ച് നിൽക്കണം. കാണുന്ന സമയത്ത് നമ്മുടെ അലീന പറയുന്നത്, നിങ്ങളെക്കാട്ടിലും വിഷമം എനിക്കുണ്ട് മോളെ, പക്ഷെ അത് ഞാൻ കാണിക്കണില്ല എന്നേ ഉള്ളൂ, എന്താപ്പം ചെയ്യുക, അങ്ങനത്തെ ഒരു അവസ്ഥയല്ലേ, ഞാൻ പോയല്ലേ പറ്റൂ എന്നിങ്ങനെ എല്ലാവരോടും പറയുന്ന സമയത്ത് എല്ലാവരും വിഷമിച്ച് നിൽക്കേണ്ടത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.